അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് 9ാം ക്ലാസ് ബയോളജിയിലെ ആദ്യ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോസിസിന്റെ രാസസൂത്രവും അല്ലെങ്കിൽ അതിന്റെ കെമിസ്ട്രിയും നമ്മൾ ചർച്ച ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തായിരുന്നു. ആ ഇക്വേഷൻ മറക്കരുത്. എന്താണ്? 6CO2 plus 12H2O gives C6H12O6 plus 6H2O 6O2 and C6H12O6 അല്ലെ. അതായത് ഗ്ലൂക്കോസും ഓക്സിജനും വാട്ടറും ഉണ്ടാകുന്ന ഒരു പ്രോസസ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കാലോൻ സൈക്കിളും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഫോട്ടോസിന്തസിലൂടെ നമുക്ക് എന്ത് കിട്ടി? പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? ഗ്ലൂക്കോസ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടാണ് ഗ്ലൂക്കോസ് എന്ത് ചെയ്തത്? ലീഫിൽ ഉണ്ടായത്. നമ്മുടെ ഇലയിലാണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ പറയുന്ന ഗ്ലൂക്കോസ് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്യൂ ടു ഫോട്ടോസിന്തസിസ് അല്ലെ. അപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അതായത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആരുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. ഗ്ലൂക്കോസ് ഉണ്ടായി. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ലീഫിൽ എന്തുണ്ടായി? ഗ്ലൂക്കോസ് ഉണ്ടായി. അപ്പൊ നമുക്ക് വരുന്ന ഒരു സംശയമുണ്ട്. നമ്മള് പല പ്ലാന്റിലും, ഇപ്പൊ പയറെന്ന് പറയുന്ന പ്ലാന്റ് ആയാലും, ഇപ്പൊ പറയുന്നത് എന്താണ്, കരിമ്പായാലും അല്ലെങ്കിൽ ഓയിലി സീഡ്സ് ഏതെങ്കിലും ആയാലും, ഏതായാലും, അതായത് എണ്ണ കുരുക്കൾ ഏതായാലും, നമ്മൾ അതേപോലെ എന്ത് കഴിച്ചാലും ആ പ്ലാന്റിലെല്ലാം ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് വഴി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫുഡ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഫോട്ടോസിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പല ചെടികളിലും പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടാണ്? അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ അതിന് ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ ഫോട്ടോസിന്തസിസ്. എന്താണ് ആഫ്റ്റർ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം. എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം. അപ്പം പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ലീഫിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? പ്ലാന്റിന്റെ പല ഭാഗങ്ങളിലായിട്ട്, സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യണം? കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കണം, സംഭരിച്ചു വെക്കണം. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഉണ്ടായ ഗ്ലൂക്കോസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആണ്. പെട്ടെന്ന് വെള്ളത്തിൽ എന്ത് ചെയ്യും? ലയിച്ചു പോകും. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ഫോം ചെയ്ത് വെച്ചിരുന്നാൽ അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ വാട്ടർ കണ്ടന്റ് ഇഷ്ടം പോലെ, ജലത്തിന്റെ അംശം എവിടെ കാണും? നമ്മൾ സസ്യത്തിൽ കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അതിൽ ലയിച്ച് നശിച്ചു പോകും. അപ്പൊ നമുക്ക് ഗ്ലൂക്കോസ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ പ്ലാന്റിന് സംഭരിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗ്ലൂക്കോസ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ചിന്റെ, എന്താണ്? സ്റ്റാർച്ചിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ അന്നജം, എന്താണ്? അന്നജ രൂപത്തിൽ അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് എന്ന് പറയുന്ന, അന്നജം എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റം വരുത്തിയാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങള് ആഹാരത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിച്ചു പോകും, നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് പ്ലാന്റ്സിന്റെ വിവിധ ഏരിയകളിലാണ്, അല്ലെങ്കിൽ സസ്യങ്ങളുടെ പല ഭാഗത്താണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ചില ലീഫിൽ സ്റ്റോർ ചെയ്യും, ചിലർ എന്ത് ചെയ്യും? അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്യും? നമ്മൾ കിഴങ്ങ് ഉറങ്ങുന്ന എടുത്തു കഴിഞ്ഞാൽ വേരുകളിൽ സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെ. ചിലർ സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്യാറുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ട് വരാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ സ്റ്റോർ ചെയ്യും. ഇപ്പൊ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയായിരിക്കും ആ വിവിധ ഭാഗങ്ങളിലോട്ട് എത്തുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ വണ്ടീസ് എന്ന് പഠിച്ചിട്ടുണ്ട്, സൈലോവും ഫ്ലോയും. അപ്പൊ ഈ പറയുന്ന വെസൽസ് വഴിയായിരിക്കും ഈ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആഹാരത്തെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് പറയുന്ന ഈ സാധനം സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ സ്റ്റാർച്ചിന്റെ അതേ രൂപത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവിടുന്ന് ഈ പറയുന്ന ഫ്ലോയം കുഴൽ വഴി സഞ്ചരിച്ച് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റാർച്ച്. അതുകൊണ്ട് ആ ഫ്ലോയം വെസലിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ മാറ്റിവെക്കും സൂക്രോസ് എന്ന് പറയുന്ന രൂപത്തിലോട്ട്. ഇതാണ് സൂക്രോസ്. മലയാളം പഠിക്കാൻ സൂക്രോസ് തന്നെയാണ് പഠിക്കുന്നത്. സൂക്രോസ് എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം പ്ലാന്റിന്റെ സ്റ്റെം വഴി ഈ പറയുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് മൂവ് ചെയ്യുന്നത് ഏത് രൂപത്തിലായിരിക്കും? സൂക്രോസ് എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സൂക്രോസ് എന്ന് പറയുന്ന ഫോർമുലാറ്റിലാണ് സ്റ്റാർച്ച് ഒക്കെ എന്ത് ചെയ്യുന്നത്? സ്റ്റെമ്മിലൂടെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്കറിയാം സ്റ്റെം വഴി മൂവ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഏതാണ്? നമുക്കറിയാം സ്റ്റെം ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? കരിമ്പിലാണ് അല്ലെ. എവിടെയാണ്? കരിമ്പ്. അതായത് ഷുഗർ കെയിനിലാണ് എന്ത് ചെയ്യുന്നത്? ഷുഗർ കെയിനിലാണ് എന്ത് ചെയ്യുന്നത്? കരിമ്പ്. ഓക്കെ, കരിമ്പില് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ പറയുന്ന
സൂക്രോസിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷുഗർ കെയിനിൽ കാണപ്പെടുന്ന ഏത് ടൈപ്പ് ഷുഗർ ആയിരിക്കും കാണപ്പെടുന്നത്? ദാറ്റ് ഈസ് സൂക്രോസ്. ഏതായിരിക്കും കാണപ്പെടുന്നത്? സൂക്രോസ്. അപ്പൊ സൂക്രോസ് എവിടെ കാണപ്പെടും? കരിമ്പിൽ കാണപ്പെടുന്നത് ആരായിരിക്കും? സൂക്രോസ് ആയിരിക്കും. പെട്ടെന്ന് കിട്ടും. സ്റ്റെം ആയതുകൊണ്ട് സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മളറിയാം, നമ്മൾ പഠിച്ചതാണ്. സ്റ്റെം വഴി പോകുന്നെങ്കിൽ സൂക്രോസിന്റെ രൂപത്തിലായിരിക്കും പോകുന്നത്. അപ്പൊ ഷുഗർ കെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും സൂക്രോസിന്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഈ സൂക്രോസ് എന്ന് പറയുന്ന സാധനം മൂവ് ചെയ്ത് പോകുന്നത് റൂട്ടിലോട്ട്, ഓക്കെ, അല്ലെങ്കിൽ ട്യൂബേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്തായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അതായത് അന്നജ രൂപം. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ഈ സൂക്രോസ് നമ്മളെ ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അന്നജമായിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്ത് രൂപത്തിലാണ്? സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ സാധനം ലെഗ്യൂംസ്, ഇതാണ് ലെഗ്യൂംസ് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എന്ന് പറയും. പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പി എന്ന് പറയാം. ഓക്കെ, പി എന്നും പറയാറാണ്. ഓക്കെ, അപ്പൊ ഇവര് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഏത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? പ്രോട്ടീൻ, അല്ലെങ്കിൽ മലയാളം മീഡിയക്കാര് മാംസ്യ തന്മാത്ര, മാംസ്യം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ സൂക്രോസ് നേരെ ചെന്ന് ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, അന്നജത്തിന്റെ രൂപത്തിലായിരിക്കും. എന്നാൽ പയർ വർഗ്ഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെഗ്യൂംസ് എടുത്തു കഴിഞ്ഞാൽ, ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറയും, ഈ പ്ലാന്റ്സിന്റെ വർഗ്ഗത്തിൽപ്പെടും. അവരെടുത്തു കഴിഞ്ഞാൽ അവർ പ്രോട്ടീന്റെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി വേറൊന്നുണ്ട്, ഇവര് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് അതായത് എണ്ണക്കുരുക്കൾ. എന്താണ്? എണ്ണക്കുരുക്കൾ. എണ്ണക്കുരുക്കളിലാണെങ്കിൽ അത് ഫാറ്റിന്റെ രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഏത് രൂപത്തിലായിരിക്കും? ഫാറ്റ്, അതായത് കൊഴുപ്പ്. ഇതാണ് കൊഴുപ്പ്. അപ്പൊ ഫാറ്റിന്റെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെച്ചത്. അപ്പൊ സൂക്രോസ് എന്ന സാധനം തന്നെ സ്റ്റാർച്ച് തന്നെയാണ്, അത് എന്ത് ചെയ്യും? മൂവ് ചെയ്ത് പോകും. സൂക്രോസിന്റെ രൂപത്തിലാണ് പ്ലാന്റിന്റെ സ്റ്റെം പാർട്ടിന്റെ എന്താണ് സൈലം കുഴൽ വഴി അല്ലെങ്കിൽ ഫ്ലോയം കുഴൽ വഴി മൂവ് ചെയ്ത് പോകും. അങ്ങനെ ഫ്ലോയം കുഴൽ വഴി മൂവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ നമുക്കറിയാവുന്ന കിഴങ്ങിലാണ് മരച്ചീനി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒന്നല്ലേ തപ്പിയൊക്കെ. അതിൽ പ്രധാനമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റാർച്ചിന്റെ രൂപത്തിലായിരിക്കും, അന്നജ രൂപത്തിലായിരിക്കും. കിഴങ്ങ് നമ്മളിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിലെന്ത് ചെയ്യും? വെള്ള കളറിലാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റാർച്ച് ആണെന്ന് മനസ്സിലാവും. പിന്നെ ലെഗ്യൂംസ്, പയർ വർഗ്ഗം, നമുക്കറിയാം പയർ, നമുക്ക് അരക്കിയൊക്കെ വെക്കുന്ന പയർ അല്ലെ. ആ പയറിൽ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് പ്രോട്ടീനാണ്. അപ്പൊ ആ പ്രോട്ടീൻ ആയിട്ടായിരിക്കും പയറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഓയിൽ സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ, എണ്ണക്കുരുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റ്, കൊഴുപ്പായിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഷുഗർ കെയിനിൽ എന്താണ്? സൂക്രോസ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി ഒരാൾ കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം പഴവർഗ്ഗങ്ങൾ അല്ലെ. പഴവർഗ്ഗങ്ങൾ അവരെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രക്ടോസിന്റെ രൂപത്തിലായിരിക്കും. എന്തായിരിക്കും? ഫ്രക്ടോസിന്റെ രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മലയാളം പഠിക്കാനും അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്, ഫ്രക്ടോസ്. ഓക്കെ, എന്താണ്? ഫ്രക്ടോസിന്റെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ എന്താണ്? ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്രക്ടോസിന്റെ രൂപത്തിലും, ട്യൂബേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർച്ചിന്റെ രൂപത്തിലും, ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ രൂപത്തിലും, ഓയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഫാറ്റിന്റെ രൂപത്തിലും, ഷുഗർ കെയിൻ എടുത്തു കഴിഞ്ഞാൽ സൂക്രോസിന്റെ രൂപത്തിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് വലിയ പ്രോസസ് തന്നെ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് ആണെങ്കിൽ പോലും അത് സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് പൊതുവെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബിക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും? വാട്ടറിൽ സോലുബിൾ ആണ്, വെള്ളത്തിൽ ലയിച്ചു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? അത് സഞ്ചരിച്ച് അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി പാർട്ടിലൂടെ സഞ്ചരിക്കുന്നത് സൂക്രോസ് എന്ന് പറയുന്ന രൂപത്തിലാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന സൂക്രോസ് എന്ത് ചെയ്യും? ഇതിനെ ട്യൂബേഴ്സിനാണെങ്കിൽ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ, കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിൽ അന്നജ രൂപത്തിലും, മറ്റ് ഓരോന്നിലും ലെഗ്യൂംസിലാണെങ്കിൽ പ്രോട്ടീൻ ആയിട്ടും, ഓയിൽ സീഡ്സ് ആണെങ്കിൽ എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിന്റെ രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നത് ഈ സ്റ്റോറേജിനനുസരിച്ചുള്ള മാറ്റമാണ് നോക്കുക. ആഫ്റ്റർ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണ ശേഷം ഇത്രയും പ്രോസസ്സുകളൊന്ന് ആലോചിക്കുക. പരീക്ഷയ്ക്ക് ഈ ഫ്ലോ ചാർട്ട് ഇതുപോലെ തന്നെ ഡയറക്റ്റ് എന്താണ് എംറ്റി ആക്കി ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 2 മാർക്കിൽ കുറയാത്ത ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. ഒപ്പം 2 മാർക്കിന് വരും, അല്ലെങ്കിൽ 1 മിനിറ്റിന് വരുന്ന ഒരു ചോദ്യം ഇതാണ്. ഇങ്ങനെ എഴുതിയിരിക്കും, ട്യൂബേഴ്സ് 2 ഡോട്ട് ഇട്ടിരിക്കും, അവിടെ എഴുതി വെച്ചിരിക്കും സ്റ്റാർച്ച്. അടുത്ത എഴുതിയിരിക്കും ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ്സ് എഴുതിയിരിക്കും. ഓയിൽ സീഡ്സിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഫാറ്റിന്റെ രൂപത്തിലാണ്. അപ്പൊ ഇത് ഡാഷ് ഇട്ടായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കി. ഇനി നമ്മൾ
ഈ ഇടയ്ക്കൊക്കെ കുറച്ച് നാൾ മുമ്പ് ഭയങ്കര വൈറലായ കുറെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് നമ്മൾ പറയാറുണ്ട്, മരം നടണമെന്ന് പറയാറുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് മരം നടുന്നത്? അപ്പോഴേ നമ്മുടെ മനസ്സിലുള്ള ഉത്തരം എന്താണ്? ഓക്സിജൻ അല്ലെ? പ്രകൃതിയുടെ മരങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പ്രദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഓക്സിജൻ കണ്ടന്റ് നൽകുന്ന എന്നൊരു ഐഡിയ ഉണ്ട്, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ അതിനെതിരെ ഒരു വാതകം അല്ലെങ്കിൽ ഒരു വാചകം വന്നത് ഇതാണ്: നമ്മുടെ അന്തരീക്ഷത്തില് ഭൂരിഭാഗം 70% ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് സസ്യപ്ലവകങ്ങൾ. എന്താണ്? സസ്യപ്ലവകങ്ങൾ. അതായത് ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ സത്യമാണ്. ഇവ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അക്വാറ്റിക് റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ കാണപ്പെടുന്ന ചെറിയ ജീവികളാണ്. ഓക്കെ, അവര് ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു? പ്രകാശ സംശ്ലേഷണം, അതാണ് ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതായത് നമ്മുടെ സീ പാർട്ട് അല്ലെങ്കിൽ കടൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന ആ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഓർഗാൻസിനെ വിളിക്കുന്ന പേരാണ് സസ്യപ്ലവകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ആണ് നമ്മുടെ 70% നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നത്. ബാക്കിയാണ് നമ്മുടെ നോർമൽ മരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് യഥാർത്ഥ കണക്ക് പറയുന്നത്. അപ്പം മരങ്ങൾ നമുക്ക് ഉപയോഗമാണ്, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാതെ മറ്റ് നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെവൽ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മരങ്ങൾക്ക് പങ്കുണ്ട്. മരങ്ങൾ മുറിക്കണം എന്നല്ല പറയുന്നത്, മരങ്ങൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ മരങ്ങളുടെയും ഫോറസ്റ്റിന്റെയും ആവശ്യം അനിവാര്യമാണ്. നമുക്ക് വേണ്ട എലമെന്റ്സ് ഒക്കെ കിട്ടുന്നത് അവയുടെ പ്രസൻസ് ആണ്. അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അവരെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യണം. ഓക്കെ, അത് കൂടാതെ നമ്മുടെ ഈ സസ്യപ്ലവങ്ങളാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നതെന്ന് കൂടിയുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലേക്ക് വേണം. അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സസ്യപ്ലവങ്ങൾ അഥവാ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണ് നമുക്ക് വേണ്ട ഓക്സിജന്റെ 70% നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തിക്കുന്നത് ഓർത്തിരിക്കും. ഓക്കെ, അപ്പം നമ്മളൊരു കടൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കടലായിട്ട് സങ്കല്പിക്കുകയാണ്. ഓക്കെ, സങ്കല്പിക്കുക, ഇത് മൊത്തം വാട്ടർ കണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെറിയ ചെറിയ ഓർഗാനിസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സസ്യപ്ലവങ്ങൾ എന്ന് വിളിക്കും. ഇപ്പൊ കൂടാതെ ആൽഗകളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. സർഗാസം, സയാനോ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന ഓക്സിജൻ ട്രാൻസ്മിഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരിക്കലും സസ്യങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളാണ്. സസ്യങ്ങളായാലും ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം തന്നെ ഒക്കെ എന്താണ്? നമുക്ക് വേണ്ട ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ടവ സസ്യപ്ലവങ്ങളാണ് ഓക്സിജൻ ട്രാൻസ്മിഷൻ എന്ന് ഓർത്ത് വെച്ചിരിക്കും. മറ്റു ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് പ്ലാന്റ്സിൽ, എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലെ ഫൈറ്റോപ്ലാങ്ക്ടൺസ് ആണ് നമുക്ക് നൽകുന്നത്. അപ്പം ഇത് സൂര്യനാണെങ്കിൽ നമുക്കറിയാം ഇറ്റ്സ് എ പ്രൈമറി റിസോഴ്സ് ആണ് അല്ലെ? സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി റിസോഴ്സ് ആണ്. നമുക്ക് വേണ്ട എനർജിയുടെ പ്രൈമറി സോഴ്സ് ആണ് സൂര്യൻ. അപ്പൊ അവിടുന്ന് വരുന്ന ലൈറ്റിനെ അബ്സോർവ് ചെയ്തുകൊണ്ട് സസ്യപ്ലവങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് വിടും. ഓക്കെ, അപ്പം ഇവയെ ആഹാരമായി സ്വീകരിക്കുന്ന ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരിക്കും, അവയെ ഭക്ഷിക്കുന്ന വലിയ മീനുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മറ്റു ജീവികളെല്ലാം കടലിൽ കാണപ്പെടും. അപ്പൊ അവിടെയും ഒരു എന്ത് ചെയ്യുന്നു? എക്കോസിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ടെറസ്ട്രിയൽ റീജിയനിലും അക്വാട്ടിക് റീജിയനിലും ഇത്തരത്തിലുള്ള മേഖലകൾ നിലനിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് വേണ്ട എനർജി അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമുക്ക് വേണ്ട ആഹാരവും എനർജിയും കിട്ടുന്നതെന്നാണ് പഠിച്ചത്. അപ്പൊ ഒരു ചോദ്യം, ഫോട്ടോസിന്തസിസ് മാത്രമേ ഉള്ളൂ? ഫോട്ടോസിന്തസിസ് മാത്രമേ ഉള്ളൂ? ലൈറ്റിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നുള്ളൂ? മറ്റേതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും ഓർഗാനിസംസ് എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തില് ആഹാരങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കീമോസിന്തസിസ്. എന്താണ് കീമോസിന്തസിസ്? വാക്കിൽ തന്നെ ഉണ്ടല്ലേ കീമോ മീൻസ് കെമിക്കൽസ് എന്നാണ് അല്ലെ? റിലേറ്റഡ് ടു കെമിക്കൽസ് എന്നാണ്. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ വഴി എന്താണ്? കെമിക്കൽ റിയാക്ഷൻ വഴി ഫുഡ് മെറ്റീരിയൽസ് എനർജി സിന്തസിസ് ചെയ്യുന്നെങ്കിൽ ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് കീമോസിന്തസിസ്. എന്ന് വിളിച്ചു കീമോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് ആയാലും കീമോസിന്തസിസ് ആയാലും സെൽഫ് സിന്തസിസ് ആണ്. അവരെ രണ്ടുപേരെയും പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓട്ടോട്രോഫ്സ് എന്നാണല്ലേ വിളിക്കുന്നത്. ഓട്ടോട്രോഫ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് രണ്ടുപേരും സ്വന്തമായി ഫുഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? സിന്തസിസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഓട്ടോട്രോഫ്സ് തന്നെ രണ്ടു വിധത്തിലുണ്ട്. ഓട്ടോട്രോഫ്സും ഉണ്ട്, കീമോട്രോഫ്സും ഉണ്ട്. ഓക്കെ, ലൈറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഫുഡ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവരെ വിളിക്കും ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കും. ഇനി കെമിക്കൽ റിയാക്ഷൻ വഴിയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കും കീമോസിന്തസിസ് എന്ന് വിളിക്കും. അങ്ങനെ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കീമോസിന്തസിസ് പറഞ്ഞാൽ ചില ബാക്ടീരിയാസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? കീമോസിന്തസിസ് ഉപയോഗിക്കുന്നത്. അവർ ലൈറ്റിന്റെ സാന്നിധ്യത്തിലല്ല, പകരം എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്?
ഫുഡ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, ഇത് കൂടാതെ ടെസ്റ്റിൽ കുറച്ച് കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പറയുമ്പോഴത്തേക്കും ഏകദേശം ഈ പാഠം തീരും. അതായത് അതിൽ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആർ ദ വെൽത്ത് ഓഫ് ദി എർത്ത്. ഓക്കെ, ഭൂമിയുടെ എന്താണ് സ്വത്തായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് കേട്ടിരിക്കുക, അത് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ പ്ലാന്റ്സ് വെൽത്ത് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൽ കുറച്ച് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ പറ്റി പഠിക്കണം. അപ്പൊ നമുക്ക് പ്ലാന്റ്സ് എന്താണ് ഒരുപാട് എക്കണോമിക്കൽ ഇമ്പോർട്ടന്റ് ആണ് നാം പറയുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർഷക സമൂഹം എന്ന് പറയുന്നത് ഇപ്പം ഞാനിതിനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കൊറോണ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷി കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുന്ന കാലഘട്ടമാണ്. കാര്യം കാർഷിക വസ്തുക്കൾ കൂടുതലായിട്ട് വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമാണ് ഈ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. കാര്യം ഭക്ഷ്യക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അല്ലെ. അപ്പൊ ഈ സാഹചര്യത്തില് കൃഷി എന്ന് പറയുന്ന സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോഴാണ് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കളിയാക്കുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, റബ്ബർ അല്ലെ. റബ്ബർ നമ്മള് കേരളം മാറ്റി റബ്ബറളം ആക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് കേര വൃക്ഷങ്ങളെക്കാട്ടിയും കൂടുതൽ റബ്ബർ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. റബ്ബർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇറ്റ് ഈസ് ആൻ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് പ്ലാന്റ് ആണ് അല്ലെ. കാര്യം എന്താണ്, അവയിൽ നിന്ന് കിട്ടുന്ന എന്താണ് ആ കവർ ഉപയോഗിച്ച് പാൽ ഉപയോഗിച്ച് ലാക്ടസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്കണോമിക്കലി വിറ്റഴിക്കാറാണ്. ആ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്കറിയാം കൊക്കോ, നമ്മളെ ഈ ചോക്ലേറ്റ് ഒക്കെ നിർമ്മിക്കുന്ന സാധനം അല്ലെ. അപ്പൊ അത് ഒരു എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ പറഞ്ഞാൽ ഏലം, കുരുമുളക്, ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. നമുക്ക് എഴുതാൻ പറ്റും കോഫി, ഈ പറയുന്ന റബ്ബർ, ഏലം, കാപ്പി, ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്ന പ്ലാന്റ്സ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ എക്കണോമിക്കലി വാല്യുബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന് പ്രാധാന്യം നൽകുന്നത് എന്താണ്, നമുക്ക് സാമ്പത്തിക നേട്ടം കൂടി നൽകുന്നവയാണ്. ഓക്കെ, അപ്പൊ അതും ഒരു എന്താണ് ഒരു വെൽത്ത് ആയിട്ട് നമുക്ക് കൂട്ടാം. ഇത് കൂടാതെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. കാര്യം കഴിഞ്ഞ വർഷം നിങ്ങൾ ടെസ്റ്റിൽ കൊടുത്തിരുന്നത് ഫോറസ്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആർ ദ ലെങ്സ് ഓഫ് ദി എർത്ത്. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ലെങ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു അല്ലെ. അതായത് ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അത് മാറ്റി എന്തായിട്ടുണ്ട്, വെൽത്ത് ഓഫ് ദി എർത്ത് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന് പിന്നിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ ഒരു സോഴ്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഒരു ശ്വാസകോശമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ചിന്തിക്കാൻ പോകും. അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് വെൽത്ത് എന്ന് പറയുന്നത്. കാര്യം ഒരാള് കംപ്ലീറ്റ്ലി വെൽത്ത്, അയാൾക്ക് സാമ്പത്തികമായി എല്ലാ നേട്ടം ഉണ്ടെന്ന് പറയുമ്പോൾ അതായത് ഒരു പ്രൊട്ടക്ഷൻ ആണ്. ആ പൈസ അല്ലെങ്കിൽ ആ സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ജീവിതം ഒരു സേഫ് ആയ സോണിലൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുപോലെ പ്ലാന്റ്സിനെ നമ്മൾ സ്വത്തായിട്ട് കണ്ടാൽ പ്ലാന്റ്സ് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം, സുരക്ഷിതമായ ഒരു പാതയിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, സന്തുലന അവസ്ഥ നിലനിൽക്കാൻ പ്ലാന്റ്സ് മുഖ്യമായ ഒരു ഘടകമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഉള്ള പ്ലാന്റ്സ് ആണെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം വീടിന്റെ ഷെൽട്ടർ ആയാലും എല്ലാം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു, ഓർണമെന്റ്സ് ആയാലും അല്ലെങ്കിൽ മറ്റു ഫർണിച്ചേഴ്സ് ആയാലും ഫ്യൂവൽസ്, ഇന്ധനമായാലും ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിന് ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, പ്ലാന്റ്സ് ആർ ദ വെൽത്ത് ഓഫ് ദി എർത്ത് എന്ന് ചോദിച്ചാൽ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്ലാന്റ്സിന്റെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി നിറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ അത് കൂടാതെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. പ്ലാന്റ്സ് വെൽത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം ഇതാണ്, വെള്ളപ്പൊക്കം പോലുള്ള അല്ലെങ്കിൽ ഫ്ലഡ് പോലുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഒരു കുന്നാണെന്ന് വെച്ചു, ജസ്റ്റ് ഒരു കുന്നാണെന്ന് സങ്കല്പിക്കും. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇപ്പൊ മഴ പെയ്യുകയാണ്, മഴ പെയ്ത സ്വാഭാവികമായിട്ട് വെള്ളം ഒലിച്ചിറങ്ങിയെന്ന് പോകും. അതിന്റെ ടോപ്പിലുള്ള ടോപ്പ് സോയിൽ പുറമേയുള്ള മണ്ണ് കൂടി വെച്ചു. പക്ഷെ ഇവിടെ ഒരു മരം നിൽക്കുകയാണെങ്കിൽ അതിന്റെ വേര് എന്ത് ചെയ്തിരിക്കും, കുറെ സോയിൽസിനെ എന്ത് ചെയ്തിരിക്കും, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും അല്ലെ. ഇപ്പൊ മരങ്ങൾ രണ്ടുമൂന്നെണ്ണം നിൽപ്പുണ്ടെങ്കിൽ സോയിലിനെ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പൊ പെയ്യുന്ന മഴ ഇതുവഴി പോകുമെങ്കിലും ആ വെള്ളത്തിനൊരു തടസ്സം കാണുന്ന ഇങ്ങനെ ആരുണ്ട് അവിടെ, റൂട്ട് ഉള്ളതുകൊണ്ട് അത് ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പൊ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സോയിൽ ഇറോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, സോയിൽ ഇറോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമുക്കറിയാം കണ്ടൽക്കാട്, മാൻഗ്രോവ്സ് എന്ന് പറയുന്ന ഉണ്ട് അല്ലെ. മാൻഗ്രൂവ് എന്ന് പറയും. മാൻഗ്രൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കണ്ടൽ വനങ്ങൾ എന്ന് പറയും. ഓക്കെ, പ്രധാനമായിട്ടും സുനാമി 2004 സുനാമി വന്ന സമയത്താണ് കണ്ടൽ വനങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങി, മാൻഗ്രോവ്സ്. അതായത് എന്ത് ചെയ്യുന്നു, സുനാമി പോലുള്ള വൻ തിരമാലകൾ നമ്മുടെ ടെറസ് നമ്മളെന്താണ് ജീവനുള്ള ലൈഫ് നിൽക്കുന്ന ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ഒരു വൻമതിൽ പോലെ അതിനെ പിടിച്ചു നിർത്താനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്,
കണ്ടൽ വനങ്ങൾ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ വേരുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ അടിങ്ങി നിൽക്കുകയാണ്. സോ വരുന്ന സുനാമി ഈ ഭിത്തിയെ ഭേദിച്ച് മാത്രമേ അപ്പുറത്തോട്ട് പോകാൻ പറ്റൂ. അപ്പം ആ വരുന്ന വഴക്കത്തിനുള്ള സുനാമിയുടെ സ്പീഡും വേഗതയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഭിത്തി സഹായിക്കും. അപ്പൊ നമ്മുടെ ലൈഫ് ഒക്കെ സേഫ് ആണ്. അപ്പൊ ഇതും ഒരു പ്രൊട്ടക്ഷൻ ആണ്, സുനാമിയുടെ പ്രൊട്ടക്ഷൻ. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇങ്ങനെ കയ്യാല കോരി വെക്കാറുണ്ട്. ഇതൊരു പേരിടം, ഇത് വേറൊരു പേരിടമാണെങ്കിൽ നടുക്ക് നമ്മൾ കയ്യാല കോരി വെക്കാറുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ മീൻസ് നമ്മൾ സിമെന്റ് ഇട്ട് കെട്ടി പൊക്കുന്നതല്ല ഉദ്ദേശിച്ചത്, പണ്ട് ചെയ്യുന്ന മണ്ണൊക്കെ ഇങ്ങനെ കൂരി വെക്കും, നമ്മൾ വരമ്പ് കൂരുക എന്ന് പറയും. അതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ നട്ടുപിടിക്കും. ഇതിന് വേണ്ടിയിട്ട് ആ പുല്ലൊക്കെ ഇട്ട് തന്നെ മുകളിൽ വെക്കുന്നത് അത് മണ്ണൊലിച്ചെങ്കിൽ വെള്ളമൊക്കെ ഇടുമ്പോൾ അതിങ്ങനെ അളവ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? നമുക്കറിയാം രാമച്ചം പോലുള്ള വെട്ടിവർ എന്ന് പറയും, രാമച്ചം പോലുള്ള പ്ലാന്റ്സ് പറഞ്ഞുണ്ട്. അതൊക്കെ നല്ല തായ് വേര്, നല്ല ഫൈബ്രസ് റൂട്ടുള്ളവയാണ്, അതായത് 4 വേരുകളുള്ളവയാണ്. അവ ഇങ്ങനെ മണ്ണിനെ ഹോൾഡ് ചെയ്ത് നിർത്തും, ഇങ്ങനെ പിടിച്ചു നിർത്തും. അത്തരത്തിൽ ഹോൾഡ് ചെയ്ത് നിർത്തുമ്പോൾ ഉള്ള നേട്ടം എന്താണ്? മണ്ണൊലിപ്പ് പോലുള്ള സംഗതികളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓർത്തിരിക്കുക, പ്ലാന്റ്സ് ഓഫ് ദ വെൽത്ത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും. ഓർക്കേണ്ട 2 സിമ്പിൾ എക്സാമ്പിൾസുകൾ: ഒന്ന് മാൻഗ്രോവ്സ് ഓർത്ത് വെച്ചിരിക്കുക, സുനാമിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. 2 വെർട്ടിവർ. വെർട്ടിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന മണ്ണൊലിപ്പ് പോലുള്ള സംഗതികളൊക്കെ തടയാനായിട്ട് സഹായിക്കും. അപ്പൊ പുല്ല് മുതൽ വൻ മരങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പാഠം മൊത്തം കവർ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസും അനുബന്ധ കാര്യങ്ങളായിട്ടുള്ള ഭൂമിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി സഹായിക്കുന്ന പ്ലാന്റ്സിനെയും പറ്റിയാണ്. അപ്പം നല്ല രീതിയിൽ പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാമത്തെ പാഠം ഇവിടെ തിരികെയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കി തന്നെയാണ്, ഇതിന്റെ തുടർച്ച തന്നെയാണ് രണ്ടാമത്തെ പാഠം, നമുക്കത് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.